അഖിലിനെ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത്. അതായത് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. തട്ടിമുട്ടിയും എന്ന പരിപാടിയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരമാണ് മനീഷ. മനീഷ ഒരു ഉഗ്രൻ നടിയാണ്. തട്ടിമുട്ടിയിൽ മാത്രമല്ല നിരവധി സീരിയലുകളിലും സിനിമകളിലും മനീഷ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ചും അഖിൽമാരാരുടെ പ്രസവത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും പറയുകയാണ് മനീഷ. ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം റീസെന്റ് ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയാണ് അഖിൽ മാരാറിന്റെ കേസ്. പ്രസവത്തിനെ കുറിച്ചാണ് പുള്ളിയും പ്രസവം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിചയമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള. അപ്പൊ അതിനെ കുറിച്ച് മാം എന്ത്? അതിലെനിക്ക് പറയാനുള്ളൊരു ചില സംഗതികൾ എന്താണെന്ന് വെച്ചാല്, ഇപ്പം അഖിലിനെ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത്. അതായത് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല ഗർഭധാരണവും പ്രസവവും. ഗർഭധാരണ സമയത്ത് ചിലപ്പോ എല്ലാ പ്രിവിലേജും കിട്ടുന്നത് കൊണ്ടും എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുന്നത് കൊണ്ടും ചിലപ്പോ ചില ഗർഭിണികൾ ഞാനൊക്കെ എൻജോയ് ചെയ്തിരുന്നു. കാരണം ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എനിക്ക് കുടുംബത്തിൽ ഭയങ്കര പ്രിവിലേജ് ആണ്. ഞാൻ വരുമ്പോ എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിലും ചിലപ്പോൾ എണീറ്റ് തരും. അയ്യോ അവള് ഇരിക്കട്ടെ, ഗർഭിണിയാണ്. അതൊക്കെ ഒരു എൻജോയ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ സമയത്തും ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ശാരീരികപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ ഇപ്പോ എനിക്കതില് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നാക്കിൽ നിന്ന് വഴുതിപ്പോയൊരു വേർഡ് എന്നല്ല ഞാൻ പറയുന്നത്, അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പോയ ഒരു വിവരമില്ലായ്മ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അഖില് പറയാൻ ഉദ്ദേശിച്ച ഒരു സംഗതി എന്താന്ന് വെച്ചാല്, ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ഒരു ഡോക്ടറായിരുന്നു, ആയുർവേദ ഡോക്ടറായിരുന്നു. അമ്മ DMO ആയിട്ടാണ് വിരമിച്ചത്. എന്നിട്ട് പോലും അമ്മ ആ കാലത്ത് വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടില് പ്രസവം നടന്ന കാലഘട്ടത്തില് മറ്റുള്ളവരെ ഭയപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ പ്രസവം കഴിഞ്ഞ് ഞാൻ നെല്ല് കുത്തി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില കഥകളാണ്. അതൊക്കെ ഭംഗ്യന്തരേണ നമ്മൾ പറയില്ലേ, ഈ ഗന്ധർവൻ പിടിക്കും അതുകൊണ്ട് പുറത്തിറങ്ങരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ പിടിക്കുന്നത് കൊണ്ടല്ല, ഒരു പെൺകുട്ടി രാത്രി പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്കൊരു എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മൾ ഭയപ്പെട്ട് പുറത്തേക്ക് പോവാണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയായിരിക്കാം നെല്ലുകുത്തിയ കഥയൊക്കെ പണ്ടുള്ളവർ പറയുന്നത്. അല്ലാതെ പ്രസവം ഒരിക്കലും ഒരു ഈസി വേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും, ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, പുറന്തള്ളപ്പെടുകയാണ്. അതുമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ സെലിബ്രിറ്റീസിന്റെ നമ്മൾ വൈറലായിട്ട് കാണുന്നത്, ഇപ്പൊ ദിയ കൃഷ്ണ, എല്ലാവരുടെയും നമ്മൾ അതാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ വളരെ തുച്ഛമായ കാശുകൊണ്ട് പ്രസവം നടത്തിയിരുന്ന ആശുപത്രികളിൽ ഇന്ന് ലക്ഷങ്ങൾ മുടക്കേണ്ടിയിരിക്കും. അത് ഈ ആശുപത്രികളുടെയും മരുന്ന് കമ്പനികളുടെയും ഇടയിൽ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്ട്സിനെ കുറിച്ചാണ് അഖിൽ മാരാര് പറയാൻ ഉരുമ്പിട്ടത്. പക്ഷെ പറഞ്ഞു വന്ന് പിടിച്ചു വന്നപ്പോ അതിന്റെ രീതി മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിനകത്ത് ആയുർ രംഗങ്ങളിലുള്ള ഈ മെഡിക്കൽ ഇതിലുള്ള ഒരുപാട് ഇത്തരം അപകടങ്ങൾ, പതിയിരിക്കുന്ന അപകടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുള്ളതുണ്ട്. അല്ലാതെ ഗർഭിണികൾ എൻജോയ്മെന്റോട് കൂടി പ്രസവിക്കണം, അതിനെ മാതാപിതാക്കളെ ആശുപത്രികൾ പേടിപ്പിച്ച് ഈ രീതിയിലാക്കുന്നു എന്നുള്ള രീതിയിലല്ല പറയേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു കാര്യവുമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോ പ്രസവങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ റൂമുകൾ, ഒരുപാട് ദിനങ്ങൾ. പിന്നെ അത് മാത്രമല്ല, എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കിയാൽ സുഖപ്രസവം നടത്താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് നാളിന്റെ സമയം നോക്കി ഇന്ന നാളിൽ കുട്ടി ജനിക്കണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസവിക്കാനുള്ള ഭയം കൊണ്ടൊക്കെ പലരും സിസേറിയൻ ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ചില കോൺഫ്ലിക്ട്സ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആശാൻ സത്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ
പറഞ്ഞു പിടിച്ചു വന്നപ്പോ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ശരി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എനിക്കൊരു അബദ്ധം പറ്റി, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന്റെ ഒരു മാപ്പ് പറഞ്ഞില്ലെങ്കിലും മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതയാണ്. അതിന് പകരം എനിക്ക് അഖില് വന്ന് ഈ പ്രസവത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചല്ല എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. ഭാര്യയെയും മക്കളെയും കൂട്ടിയിരുത്തി ഇതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാല് എന്റെ പറമ്പിൽ വന്ന് വിസർജിക്കാൻ വരുന്ന പട്ടികളുടെ എന്നുള്ള രീതിയിൽ ഉപമിച്ചത്, അത് കേട്ട് വളരെ ചെറിയ മോള് ചിരിക്കുകയാണ്. അത് ഒരു നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികളുടെ മനസ്സിലും എന്താണ് ശരിക്കുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത അച്ഛനും അമ്മയുമായ അഖിലിനും ഭാര്യയ്ക്കുമുണ്ട്. കുട്ടികളെ കൊണ്ട്, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊടുക്കാണ്ടിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് എനിക്ക് എന്റെ മാത്രം എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. അഖിലിന് ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഒരു പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം. അവർക്കെല്ലാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന ഫാമിലി ആയിരിക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ മക്കളെ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിന് വീണ്ടും വീണ്ടും നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വീണ്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഞാൻ ഒരിക്കലും ആവില്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നത് പണ്ട് തൊട്ടേയുള്ള ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെതിരെ ഇപ്പം നോ പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ധൈര്യം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണവും നമ്മുടെ ഇങ്ങനെ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ടിട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? ധൈര്യത്തിന് ഇപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ചുറ്റുപാടും ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ മനോനിലയും ഒക്കെ അനുസരിച്ചായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ എല്ലാവർക്കും പറയാൻ പറ്റിക്കോണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചിട്ടാണ്, അതിപ്പോ ആണായാലും പെണ്ണായാലും ധൈര്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും ധൈര്യം ചിലപ്പോ ആ ചുറ്റുപാടനുസരിച്ച് ചിലപ്പോ ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഈ ചൂഷണങ്ങൾ നടക്കുന്നത്, ഇത് ആൺപിള്ളേരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആണിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു എന്താ പറയാ, ഒരു പ്രസ്ഥാനമില്ല എന്നുള്ളതാണ് ഏറ്റവും. കാരണം എനിക്കൊരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ഞാൻ മകളെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടിട്ട് കാര്യമില്ല, എന്റെ മകനെ കുറിച്ചും ഞാൻ ആകുലപ്പെടണം. അതാണ് ഒരു അമ്മ എന്ന് പറയുന്നത്. അതൊരു അച്ഛനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് രണ്ടുപേരും ഈക്വൽ ആണ്. രണ്ടുപേർക്കും മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അപ്പൊ അവിടെ സ്ത്രീക്ക് വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, പുരുഷനുണ്ടാവുന്നതും സംസാരിക്കപ്പെടണം, അതും ചർച്ച ചെയ്യപ്പെടണം. അതിനുവേണ്ടിയും കൃത്യമായിട്ടുള്ള ഒരു ന്യായം, ഒരു വിധി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷ്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്ന് പറഞ്ഞ വിമണിന് കൂടുതൽ പവർ ഉണ്ടാവണം, അങ്ങനത്തെ രീതിയിൽ പോകുന്നുണ്ടോ ഫെമിനിസം എന്നുള്ള ഒരു ഇതെന്ന് തോന്നിയിട്ടുണ്ടോ? ഈക്വൽ പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പലതും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ബുദ്ധിയില്ലാത്ത നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അത് രണ്ടു വട്ടം ചിന്തിക്കണം എന്ന് നമ്മൾ പറയണം. അതിപ്പോ ഞാനാണെങ്കിലോട്ടെ എന്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ പോലെ പലപ്പോഴും പലതും നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും കയ്യിൽ നിന്നൊക്കെ പോവാറുണ്ട്. പക്ഷെ അതൊന്നും കൂടി ഒന്ന് അവലോകനം ചെയ്ത് നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാൾ മേലെ ആവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും പരസ്പര ധാരണയോടുകൂടി പരസ്പരം ഉണ്ടാകുന്ന ക്ഷീണങ്ങളെ മനസ്സിലാക്കി, വിഷമങ്ങളെ മനസ്സിലാക്കി, വേദനകളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈക്വൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും സ്ത്രീയും പുരുഷനും തന്നെയാണ്. പുരുഷന്റേതായിട്ടുള്ള ബലവും സ്ത്രീയുടേതായിട്ടുള്ള അബലതകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇപ്പൊ എനിക്ക് ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മളിപ്പം എന്ത് ചെയ്താലും അങ്ങനെ ആവണം എന്നില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പോലെ ഒരു പുരുഷന് സ്ത്രീ ആവാനും പറ്റത്തില്ല പൂർണ്ണമായിട്ടും. എൻജോയ് ചെയ്ത് പ്രസവിക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. ഓക്കെ മാം പറയായിരുന്നു മാമിന്റെ അടുത്ത്, മാം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് സുന്ദരിയായിരിക്കാണ്. എന്താണ് ഇപ്പൊ അതിനുള്ള ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുക? ഈശ്വര, എന്റെ അടുത്തേ ഞാനിപ്പോ എന്റെ ഇപ്പോഴത്തെ റീസെന്റ് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചു, അയ്യോ എങ്ങനെ വണ്ണം കുറച്ചു. ഞാൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു. വാസവദത്തൊക്കെ മറ്റേ താറാക്കുട്ടി ഓടണ പോലെ ഗുണ്ടുകൂടിയിട്ട് ഓടണ കാണുമ്പോ ഒക്കെ ഭയങ്കര ചിരി വരാറുണ്ടെന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരാറ് അത് കാണുമ്പോ. ഭയങ്കര വണ്ണമായിരുന്നു, ഒരു 100 kg മേലേക്ക് ഉണ്ടായിരുന്നു.
ഒരു 21 കിലോയോളം എനിക്ക് കുറഞ്ഞു. പറഞ്ഞു. അത് ഞാൻ ഡയറ്റ് ചെയ്തിട്ടല്ല, അതെനിക്ക് ഷുഗർ വന്ന് കുറഞ്ഞതാണ്.